എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചൂര പെരട്ടാണ് വെക്കുന്നത്. എൻ്റെ ഉമ്മയുടെ സ്പെഷ്യലാണ്. അതിനുള്ള സാധനങ്ങൾ: ചൂര മീൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ച, ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത്, ചെറിയ ഉള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഇറച്ചി പച്ചമുളക്, തൊണ്ടൻ പച്ചമുളകെന്നും പറയും, സാദാ കാരിമുളക്, അത് 2 ഇറച്ചി പച്ചമുളക്, 1 മുളക്, 3 മുളക്. അതിലേക്കുള്ള അരപ്പിനുള്ള സാധനങ്ങൾ: മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, തേങ്ങാപ്പാൽ. ഫോട്ടോ നമ്മൾ ആ ചട്ടി കഴുകി, ചീരച്ചട്ടിയാണ്, അതായത് ഇരുമ്പിലെ ചട്ടി, അത് കഴുകി അടുപ്പത്ത് വെച്ച് വെള്ളം വറ്റുമ്പോൾ എണ്ണ ഒഴിക്കണം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിച്ച്, അത് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി, വലിയ പച്ചമുളക്, തൊണ്ടൻ പച്ചമുളക് എന്ന് പറയും, അല്ലെങ്കിൽ കിഴക്കൻ പച്ചമുളക്, കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ട് വഴറ്റണം. വഴണ്ട് വരുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പിടണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള മീൻ പറക്കിയിടണം. ഇത് നല്ലവണ്ണം ഒരു 2 മിനിറ്റ് ഒന്ന്, അധികം ഇളക്കരുത്, പൊടിഞ്ഞു പോവും, ഒന്ന് പാകമാകാനായിട്ട് അടച്ച് വേവിക്കാം. നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, എരിവ് കണക്കാക്കിയുള്ള മുളക് പൊടി 2 സ്പൂൺ, അല്ലെങ്കിൽ 1.5 സ്പൂണായാലും മതി, ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച്. ഇനി പെരിഞ്ചീരകം ചതച്ചത് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. മീൻ പൊടിയാതെ ഇളക്കണം, പൊടിഞ്ഞു പോകരുത്. ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ച് വയ്ക്കണം. ഇവിടെ റെഡി. ഇനി പച്ച കറിവേപ്പില കൈ കൊണ്ട് ഞെരടി അതിൻ്റെ പുറത്തിടണം. എല്ലാവരും ചെയ്തു നോക്കണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. മീൻ പുരട്ട് ഇവിടെ റെഡിയായി. എല്ലാവരും ചെയ്തു നോക്കണം. അറിയാമെന്നുള്ളവർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അറിഞ്ഞുകൂടാത്തവർ ചെയ്യണം. എന്നിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചൂര കിട്ടുമ്പോൾ വലിയ പീസാക്കി നമ്മൾ വറുക്കുന്ന പരുവത്തിന് കട്ട് ചെയ്ത് അത് വെക്കുന്നതാണ് ഏറ്റവും രുചി. എല്ലാവരും വെച്ച് നോക്കണം. എല്ലാവരും അല്ല, അറിഞ്ഞുകൂടാത്തവർ വെച്ച് നോക്കണം.